ഹലോ ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ ഈ ഒരാഴ്ചയുടെ ആദ്യത്തെ ദിവസം അതീവ വോളറ്റിലായിട്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് റിയാക്ട് ചെയ്യപ്പെട്ടത്. എങ്കിലും 40 പോയിൻറ്റിൻ്റെ പ്ലസ്സോട് കൂടിയിട്ട് മാർക്കറ്റ് മിഡ് ക്യാപ്പ് സെക്ടറിൻ്റെ ഒരു നല്ലൊരു പിന്തുണ കാരണം മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പിൽ ഐഡിയ സ്റ്റോക്കും ഐഡിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഇൻഡസെൻറ്റ് ടവറും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഐഡിയ ഏകദേശം ഒരു AGR ഡ്യൂവിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു കമൻറ്റ് കാരണം ഐഡിയ ഏകദേശം ഒരു നിയർ ടു 9% ഒരു സ്പൈക്ക് കണ്ടു. ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനീസ് BSE ഏഞ്ചൽ, MCX തുടങ്ങിയ കമ്പനീസും മിഡ് ക്യാപ്പിൽ നിന്ന് മികച്ച പിന്തുണ നടന്നു. ശ്രീറാം ഫിനാൻസ് ആണ് നിഫ്റ്റി 50 നല്ലൊരു പിന്തുണ നൽകിയത്. നല്ലൊരു വോളറ്റിലിറ്റിയാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കാണാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഗ്യാപ്പ് ഡൗണിലായിരുന്നു സ്ലൈറ്റ്ലി. അതിനുശേഷം മാർക്കറ്റ് ഒരു 25,775 ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഫോളോ ചെയ്തു 25,700 വീണ്ടും ഒന്ന് റാലി രേഖപ്പെടുത്തി 25,800 വരെ മാർക്കറ്റ് പോയി. വീണ്ടും ഒന്ന് ഫോളോ ചെയ്തു. ഓൾ ടുഗദർ മാർക്കറ്റ് ഇന്നത്തെ ലോ, അതായത് 25,650 നിന്ന് 150 പോയിൻറ്റിൻ്റെ ഒരു ഇൻട്രാഡേ റാലി ഉണ്ടാക്കി. എങ്കിലും മാർക്കറ്റ് ഒരു 40 പോയിൻറ്റ് വളരെ കംഫർട്ടബിളായ രീതിയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ ശ്രീറാം ഫിനാൻസ്, ടാറ്റ കൺസ്യൂമർ, M&M, അപ്പോളോ ഹോസ്പിറ്റൽ, ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ കമ്പനിയാണ് ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടത്. മാരുതി, ITC, TCS, L&T, നെസ്ലയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 3.64% സ്പൈക്ക് ചെയ്ത് 12.59. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് അവധിയായിരുന്നു. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബ്രന്റ് ഓയിൽ 64, ബിറ്റ്കോയിൻ ഇപ്പോൾ നിൽക്കുന്നത് 1,08,000 എന്ന റേഞ്ചിലാണ്. $2,700 പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡിങ് നടത്തുന്നത്. അപ്പോൾ ഗ്ലോബൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആഴ്ച US നിന്ന് അതിഭീകരമായിട്ടുള്ള ഈവൻ്റ് ഒന്നും തന്നെ ഇല്ല. ഗ്ലോബൽ ഈവൻ്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തില്ല. ഇന്നലെ നമ്മളുടെ ലൈവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഒരു വലിയൊരു അബദ്ധം പറ്റി. ഇന്നലെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ലൈവ് നടത്തി. നമ്മൾ ഇന്നലെ ലൈവിൽ പങ്കെടുത്ത ആൾക്കാർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ 1.5 മണിക്കൂർ ലൈവ് നടത്തിയതിന് ശേഷം സെയിം വീഡിയോ യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായി അപ്ലോഡ് ആയില്ല. പക്ഷേ ലൈവ് നമ്മൾ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈവിൽ പങ്കെടുത്ത ആളുകൾക്കറിയാം നമ്മൾ പരമാവധി ഡൗട്ടുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്തു. അപ്പോൾ അടുത്ത നമ്മുടെ ലൈവ് ഉള്ളത് വരുന്ന സൺഡേ 7 മണിക്കായിരിക്കും ഉണ്ടാവുക. ഇനി അത് കൃത്യം 7 മണിക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് വീഡിയോ ഈ തവണ കറക്റ്റ് ആവാതെ നമ്മുടെ ചാനലിൽ തന്നെ ലൈവ് സെക്ഷനിൽ ഉണ്ടാവും വീഡിയോ. ഈ തവണ ആ വീഡിയോ കുറേ ആൾക്കാർ ചോദിച്ചു, ലൈവിൻ്റെ വീഡിയോ. പക്ഷേ ലൈവിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലും ഇല്ല. അപ്പോൾ അടുത്ത ആഴ്ച അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ ലൈവ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും. പക്ഷേ പരമാവധി ലൈവിൽ വരാൻ ശ്രമിക്കുക. 7 മണിക്ക് നെക്സ്റ്റ് സൺഡേ 7 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടാവും. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷനൊന്നുമല്ല, കളക്ട് ചെയ്ത സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. എയർടെലിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 73% ഒരു സ്പൈക്ക് ഉണ്ടായി. റവന്യൂവും 25% സ്പൈക്ക് രേഖപ്പെടുത്തി. എയർടെലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇത്തവണ 6,792 കോടി രൂപയാണ്. ആവറേജ് റവന്യൂ പെർ യൂസറും വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ടെലികോം കമ്പനീസും ഇപ്പോൾ വലിയ തോതിലാണ് ചാർജ് ഈടാക്കുന്നത്. പണ്ടൊക്കെ ഇപ്പോൾ നെറ്റില്ലാതെ റീചാർജ് ഇല്ലാത്തത് കൊണ്ട് 300 ആണ് മിനിമം. നെറ്റില്ലാതെ റീചാർജ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം എല്ലാ ആൾക്കാരും സ്മാർട്ട് ഫോണാണ്, എല്ലാ ആൾക്കാരും അത് തന്നെയാണ് റീചാർജ് ചെയ്യപ്പെടുന്നത്. VRL ലോജിസ്റ്റിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 39% ഉയർന്നു, 50 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. ഭാരതി എക്സാകോം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 66% ഉയർന്ന് 421 കോടി രൂപ കരസ്ഥമാക്കി. സിറ്റി യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഇവർ ഇയർ 15%, അതായത് 15% ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. ഗ്ലാൻ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 184 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ UAE ഇവരുടെ പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റി അവർ ലോഞ്ച് ചെയ്തു. കിർലോസ്കർ ബ്രദർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഡിക്ലൈനാണ് ആയിട്ടുള്ളത്. ഹിറ്റാച്ചി എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5 മടങ്ങ് ഉയർന്ന് 264 കോടി രൂപ കരസ്ഥമാക്കി. സൊമാറ്റോ ബാക്കപ്പ് ചെയ്യുന്ന ഈ ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞ കമ്പനി അത് IPOയിലേക്ക് വരികയാണ്. 2,400 കോടി രൂപയുടെ IPO സെബി അപ്രൂവൽ കൊടുത്തു. കൂടാതെ നമ്മുടെ ലെൻസ് കാർഡിൻ്റെ IPOയും ഓൺഗോയിങ് ആണ്. JK പേപ്പർ 130 കോടി രൂപയിൽ നിന്ന് 74 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഒന്ന് ഇടിഞ്ഞു.
മറൈൻ ഇലക്ട്രിക് കമ്പനി 12 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തു. അരവിന്ദ് സ്മാർട്ട് സ്പേസ് കമ്പനി 40 കോടി രൂപയിൽ നിന്ന് 14 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. സ്റ്റോക്ക് അതുകൊണ്ട് 9% ഇടിവ് രേഖപ്പെടുത്തി. വെസ്റ്റ് ലൈഫ് കമ്പനി ഡൊമിനോസ് പിസയുടെ പ്രൊമോട്ടേഴ്സ് 3 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. താജ് റിസോർട്ട് 24 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സുന്ദരം ഫിനാൻസ് കമ്പനി 436 നിന്ന് 490 പ്രോഫിറ്റ് ഉയർത്തി. അജന്ത ഫാർമ 216 നിന്ന് 260 പ്രോഫിറ്റ് ഉയർത്തി. അംബുജ സിമൻറ്റ് 500 കോടി രൂപയിൽ നിന്ന് 1800 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. അരവിന്ദ് ഫാഷൻ 27 കോടി രൂപയിൽ നിന്ന് 37 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ടാറ്റ കൺസ്യൂമർ കമ്പനി 367 കോടി രൂപയിൽ നിന്ന് 404 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. തങ്കമയിൽ ജ്വല്ലേഴ്സ് കമ്പനി 17 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 58 കോടി രൂപയാണ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. ടാറ്റ കെമിക്കൽ കമ്പനി ആവട്ടെ നെറ്റ് പ്രോഫിറ്റ് 60% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 35 കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഏതൊക്കെ കമ്പനീസിൻ്റെ റിസൾട്ടാണെന്നുള്ളത് നമ്മുടെ റിസൾട്ട് കലണ്ടർ ടാബിൽ ഉണ്ട്, അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനിയും കുറേ കമ്പനീസിൻ്റെ റിസൾട്ട് മേ ബി നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവാം. അത് നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാൻ. കൂടാതെ തന്നെ പ്രീ മാർക്കറ്റിൽ പുതിയ കുറേ ന്യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സ്റ്റോക്കുകളുടെ ന്യൂസ്, ഗ്ലോബൽ ക്യൂസുകൾ, ഗ്ലോബൽ ഈവൻറ്റുകൾ, അങ്ങനെയെല്ലാം നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴും പല പ്ലാറ്റ്ഫോമിലും നമ്മൾ പല കമൻറ്റൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു കമ്പനിയുടെ റിസൾട്ട് എന്നാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ കാര്യം എന്നാണ്, അല്ലെങ്കിൽ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങളായിട്ട് ഇപ്പോഴും നമ്മളെ ഒരുപാട് ആളുകളുടെ മനസ്സിലേക്കുണ്ട്. അപ്പം നമുക്ക് പരമാവധി കാര്യങ്ങൾ നമ്മൾ ന്യൂസിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ലൈവിലും നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇനി ഒരു പ്രധാന അപ്ഡേറ്റ് ഉള്ളത്, ഒരു അപ്ഡേറ്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോൾഡിൻ്റെ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബുധനാഴ്ച ദിവസം മാർക്കറ്റ് അവധിയാണ്, ഗുരുനാനക് ജയന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയാണ് നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്പയറി ഒന്നും ഷിഫ്റ്റ് ആയിട്ടില്ല എങ്കിലും സെൻസെക്സിൻ്റെ ഡീക്ക് വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. കാരണം വ്യാഴാഴ്ചയാണല്ലോ സെൻസെക്സ് എക്സ്പയറി. പക്ഷേ സ്റ്റിൽ ബുധനാഴ്ച മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ട് നമുക്ക് സെൻസെക്സിൽ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടി റിസ്ക് എലമെൻറ്റ് കൂടും. കാരണം ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റാണ് ഇല്ലാത്തുള്ളത്, ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കെയർഫുൾ ആവുക. കൂടാതെ ഗോൾഡിനെ സംബന്ധിച്ച് വേറൊരു അപ്ഡേറ്റും ഉണ്ട്. ചൈന ഗോൾഡിൻ്റെ ഇറക്കുമതി നിയന്ത്രണം അല്ലെങ്കിൽ ടാക്സ് കുറച്ചേക്കാം എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അത് ഗോൾഡിൻ്റെ വില കുറഞ്ഞേക്കാം എന്നാണ് അനലിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ ഗോൾഡിൻ്റെ കേസ് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് വാർത്തയിൽ ഇടം പിടിച്ച ന്യൂസുകൾ ഒക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ ഭാവനയിൽ നിന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം നമ്മളെന്തെങ്കിലും എൻ്റെ വ്യൂ, പല ആളും ചോദിക്കാറുണ്ട് എൻ്റെ വ്യൂ എന്താണ്. എൻ്റെ വ്യൂക്ക് യാതൊരു പ്രസക്തിയില്ല. മാർക്കറ്റിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വ്യൂ. ഷെയർ ചെയ്തതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത്. അത് തന്നെ നമ്മൾ തുടരും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.